ഒരു പഞ്ചായത്ത് മുഴുവൻ സ്ത്രീകൾ ഭരിച്ചാൽ എങ്ങനെയിരിക്കും? കീഴ്മാട് ഗ്രാമപഞ്ചായത്തിലാണ് ഇപ്പം ഉള്ളത്. ഈ ഭരണസമിതിയുടെ തലപ്പത്തിരിക്കുന്നത് ഇവിടെ സ്ത്രീകളാണെന്നതാണ് വനിതാ ദിനത്തിലെ പ്രത്യേക കാഴ്ച. ഭരണസമിതിയിലെ 19 അംഗങ്ങളിൽ 10 പേരും സ്ത്രീകൾ. വില്ലേജ് ഓഫീസ്, കൃഷി ഓഫീസ്, ആയുർവേദ, ഹോമിയോ ആശുപത്രികൾ, സർക്കാർ സ്കൂളുകൾ, മൃഗാശുപത്രി, അങ്ങനെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളുടെയും തലപ്പത്തിരിക്കുന്നതും സ്ത്രീകൾ. ഇത് കീഴ്മാട് പഞ്ചായത്തല്ല, ഇത് വനിതാ പഞ്ചായത്ത്. രാജി, സ്ഥലം മാറ്റം തുടങ്ങി അപ്രതീക്ഷിതമായി സംഭവിച്ച പല കാര്യങ്ങളും സ്ത്രീകളെ ഭരണത്തിലേക്ക് എത്തിച്ചു. കീഴ്മാട് പഞ്ചായത്ത് 19 വാർഡ് ഉള്ള ഒരു പഞ്ചായത്താണ്. അതിൽ 10 പേരും വനിതകളാണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് വനിത, വൈസ് പ്രസിഡന്റ് വനിത, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനിത. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഒറ്റക്കെട്ടായി ഞങ്ങൾ തീരുമാനമെടുത്ത് വളരെ സ്പീഡായിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഒരു അഭിപ്രായ വ്യത്യാസം അവിടെ വരുന്നില്ല. നല്ലൊരു പ്രവർത്തനം കുടുംബശ്രീ വന്നതിന് ശേഷം ഒത്തിരി മാറ്റങ്ങൾ വരാൻ സാധിച്ചിട്ടുണ്ട്. സ്ത്രീകൾ വിവാഹം കഴിഞ്ഞ് വീട്ടിൽ വരുന്നതോടുകൂടി അവരുടെ കഴിവ് ഒന്ന് എന്താ പറഞ്ഞാൽ കൂട്ടിലടച്ചിട്ട പോലെ ആയി പോകുന്നുണ്ട്. പക്ഷേ ഈ ഓക്സിലറി ഗ്രൂപ്പ് വന്നതോടുകൂടി അവർക്ക് ഒത്തിരി കൂടിയും അവരുടെ കഴിവിനനുസരിച്ച് അല്ലെങ്കിൽ ഒത്തിരി അവരുടെ ജോലി സാധ്യത കണ്ടെത്തി അതിനുവേണ്ടി പരിശ്രമിക്കുന്നതിനും ഒക്കെ നല്ല ഒരു സാധ്യതയാണ് ഓക്സിലറി ഗ്രൂപ്പും അത് വന്നതോടെ. അതും CDS, ADS അങ്ങനെയൊക്കെ തരം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കുടുംബശ്രീ നല്ല ആക്റ്റീവായിട്ട് പോകുന്നുണ്ട്. ഒരു നാട് മുഴുവൻ്റെയും പിന്തുണ ഇവർക്കുണ്ട്. ഏറ്റവും അധികം പിന്തുണ ലഭിക്കുന്നത് കുടുംബത്തിൽ നിന്ന് തന്നെ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാലിന്യ സംസ്കരണം തുടങ്ങി എണ്ണിപ്പറയുവാൻ ഒട്ടേറെ നേട്ടങ്ങളുമായി മുന്നേറുകയാണ് കീഴ്മാട് പഞ്ചായത്ത്. സ്ത്രീ പ്രാതിനിധ്യം കൂടുതലുള്ള പഞ്ചായത്താണെങ്കിലും ഞങ്ങൾ അതിന് മാത്രമല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ലൈഫ് ഭവന പദ്ധതിക്കും അതുപോലെ തന്നെ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഈ മാലിന്യത്തിൻ്റെ പ്രശ്നങ്ങളിലും എല്ലാം ഇടപെട്ടുകൊണ്ട് നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അംഗനവാടികൾക്ക് സ്ഥലം വാങ്ങുന്നതിനും അതിന് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ഈ വർഷം ഞങ്ങൾ സ്ത്രീ സൗഹൃദ വില്ലേജായിട്ട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വാക്കുകൾ എന്നതിലുപരി പ്രവൃത്തിയിലൂടെ പെൺകരുത്ത് എന്തെന്ന് കാണിച്ചു തരികയാണ് കീഴ്മാടിലെ പെൺപുലികൾ. വളയിട്ട കൈകൾ എന്നൊക്കെ പറഞ്ഞാൽ അല്പം ഔട്ട് ഓഫ് ഫാഷനാണ്. കരുത്തരായ ഒരു കൂട്ടം വനിതകളുടെ കയ്യിൽ ഈ പഞ്ചായത്ത് മുഴുവൻ ഭദ്രമാണെന്ന് അവർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ക്യാമറമാൻ അനീഷ് തോട്ടക്കാരനൊപ്പം സ്നേഹ മൊല്ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. അപ്പോൾ സ്നേഹ പറയും കൂടുതൽ കാര്യങ്ങൾ. സ്നേഹ വളരെ ആത്മവിശ്വാസത്തോടെയാണ് രണ്ടുപേരും സംസാരിച്ചത്. ബാക്കി എല്ലാവരും അവരവർക്ക് ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്നു. ഒരു നാടിനെ മുഴുവൻ അവരെല്ലാവരും കൂടി വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു, അല്ലേ? വനിതാ ദിനത്തിൽ തന്നെ ഒട്ടേറെ സന്തോഷമുണ്ട് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചതിൽ. അതായത് സംസ്ഥാനത്ത് ആദ്യമായിട്ടായിരിക്കാം ഒരു പഞ്ചായത്തിൽ ഇത്രയേറെ സ്ത്രീകൾ പഞ്ചായത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത്. ഭരണസമിതി അംഗങ്ങളിൽ 19 പേരിൽ 10 പേരും സ്ത്രീകളാണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരായിക്കോട്ടെ, വെറ്റിനറി ആശുപത്രി, കൃഷി വകുപ്പ്, അതോടൊപ്പം തന്നെ 2 സ്കൂളുകൾ, പഞ്ചായത്തിന് കീഴിൽ 2 സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിലും ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിലെല്ലാം പ്രവർത്തിക്കുന്നത് സ്ത്രീകളാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്നതും സ്ത്രീകളാണ് എന്നൊരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ വളരെ അപ്രതീക്ഷിതമായി സംഭവിച്ച കാര്യങ്ങളാണ്. അതായത് ഈ പ്രസിഡന്റ് സ്ഥാനം എന്നുള്ളത് പട്ടികജാതി സംവരണമായിരുന്നു ഇത്തവണ. അതോടൊപ്പം തന്നെ ജനറൽ കാറ്റഗറിയിലായിരുന്നു വൈസ് പ്രസിഡന്റ്. അതോടൊപ്പം തന്നെ 3 അംഗ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരൊക്കെ ഈ ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരു ആളുകൾ തന്നെയായിരുന്നു. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പഞ്ചായത്ത് സെക്രട്ടറി സ്ഥാനം ഒരു വനിതയ്ക്കായിരുന്നു. അപ്രതീക്ഷിതമായി ആലപ്പുഴയിലേക്ക് അവർക്കൊരു സ്ഥലം മാറ്റം കിട്ടി. അതേ സ്ഥാനത്ത് വീണ്ടും ഒരു പഞ്ചായത്ത് സെക്രട്ടറിയായി വന്നത് ഒരു വനിതയാണ്. മാത്രമല്ല ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തുണ്ടായിരുന്ന ഒരു വ്യക്തി അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് സ്വയം രാജിവെച്ചപ്പോഴും അവിടെയും അപ്രതീക്ഷിതമായി വന്നത് ഒരു വനിതയായിരുന്നു. ഏതായാലും ഇതൊക്കെ വളരെ അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു കാര്യമാണ്. വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെ ആ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും, സ്ത്രീകളായതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഒരു ഉന്നമനത്തിനായാണോ പ്രവർത്തിക്കുന്നത് എന്നൊരു സ്വാഭാവിക ചോദ്യമുണ്ടാകും. സ്ത്രീകളുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ അവർ പ്രധാനമായും പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ പഞ്ചായത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് അവർ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് എന്നാണ്. നമുക്ക് ആ പഞ്ചായത്തിൽ ചെന്നിറങ്ങുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. ഈ കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന
നിരവധിയായിട്ടുള്ള സംരംഭം എന്ന് പറയുന്നത് ഈ ഹോട്ടലുകൾ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ ബുട്ടീക്കുകൾ ഉൾപ്പെടെ ഈ കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറെ ശ്രദ്ധ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പറയുകയും ചെയ്തു, കുടുംബശ്രീ വന്നതോടുകൂടി സ്ത്രീകളിൽ എത്രത്തോളം വലിയ മാറ്റങ്ങൾ ഉണ്ടായി, അത് അവരെ എത്രത്തോളം സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമാക്കി എന്ന് വ്യക്തമാണ്. എന്തായാലും കീഴ്മാട് പഞ്ചായത്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ആ പെൺപുലികൾക്കൊക്കെ വനിതാ ദിനത്തിൽ നമ്മുടെയും ആശംസകൾ നേരുകയാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്. വീണ്ടും വിജയിച്ച് അതേ സ്ഥാനങ്ങളിലേക്കൊക്കെ എത്താൻ അവർക്ക് കഴിയട്ടെ. ശരി സ്നേഹം.